പോലീസ് മാഡം, മാഡത്തെ ഇവിടെ വെച്ച് കണ്ടതിൽ സന്തോഷം. ഞങ്ങൾ ഇന്നൊരു ചാരിറ്റി ഫണ്ടിന് വേണ്ടി സംഭാവന പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വെച്ച് പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുകൾ നിർവഹിക്കുന്ന പദ്ധതിയാണ്. അത് നന്നായി. ഇന്നാ പിടിച്ചോ എന്റെ കോൺട്രിബ്യൂഷൻ. ശുഭകാര്യങ്ങൾ മറ്റൊരു നാളേക്ക് മാറ്റി വെക്കരുത്. അമ്മവാ, ഞാൻ ഈ ഭാഗത്തുള്ള എല്ലാ വീടുകളിലെയും സംഭാവന പിരിച്ചെടുത്തിട്ടുണ്ട്. നീ മിടുക്കനാണല്ലോ അനന്തരവാ. ശരി, നമുക്കൊന്ന് പരിശോധിക്കാം എത്ര കാശ് ശേഖരിക്കാൻ സാധിച്ചു എന്ന്. ഓ, ഇത് കണ്ടു അനന്തരവാ. ഇതിലുള്ള പണം കൊണ്ട് ഒന്നും നടക്കും തോന്നില്ല. നമ്മൾ ഇനി എന്ത് ചെയ്യും? അമ്മാവ, അത് കണ്ടില്ലേ? എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ഫണ്ടൂഷ് നഗറിൽ ഉറിയടി കോമ്പറ്റീഷൻ നടക്കാൻ പോവാ. അതിന് കിട്ടുന്ന പ്രൈസ് 10 ലക്ഷം രൂപയാ. 10 ലക്ഷമോ? ഇത്രയും വലിയ തുകയുണ്ടെങ്കിൽ നമുക്ക് ധാരാളം ആൾക്കാരെ സഹായിക്കാൻ സാധിക്കും. പിന്നല്ലാതെ. അമ്മാവ, നിങ്ങൾ ആ മൺകളം മുടിച്ച് പ്രൈസ് വാങ്ങിയേ പറ്റൂ. 10 ലക്ഷം കൈ കിട്ടാൻ ഇതിനേക്കാൾ നല്ല അവസരമില്ല. നീ പറയുന്നത് വളരെ ശരിയാണ് അനന്തരവാ. അമ്മാവൻ അനന്തരവനും ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു. ആ ബല്ലാങ്കിൾ, ഓ കഷ്ടം, നിങ്ങൾ വീണ്ടും പിരിവിന് വന്നതാണോ? സംഭാവന തരാനൊന്നും എന്റെ കയ്യിൽ കാശില്ല. പണമെന്താ മരത്തിൽ കഴിക്കുന്നതാണോ? ഓ ബല്ലാങ്കിൾ, അമ്മാവൻ നിങ്ങളോട് ഒന്നും ചോദിക്കാൻ വന്നതല്ല, നിങ്ങൾക്ക് തരാൻ വന്നതാ. അമ്മാവൻ ഉറിയടി മത്സരത്തിൽ പങ്കെടുക്കാൻ പോവാ. അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് വഹിക്കും. അങ്കിളും ഈ മത്സരത്തിൽ അമ്മാവനെ സഹായിക്കുകയാണെങ്കിൽ ആ കലത്തിലെ തൈര് മുഴുവൻ അങ്കിളിന് തരാം. കുറഞ്ഞ പക്ഷം 3 കിലോ തൈരെങ്കിലും കാണും. ഇനിയും എന്താ ആലോചിച്ച് നിൽക്കുന്നത് ബെല്ലാങ്കിൾ? ശരി, വരൂ അമ്മാവ, നമുക്ക് വേറെ ആരോടെങ്കിലും ചോദിക്കാം. ഒന്ന് നിന്നേ. തൈര് കഴിക്കാൻ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഉറിയടി മത്സരത്തിൽ ഞാനും നിങ്ങളുടെ കൂടെ കാണും. ഉറപ്പായി കാണും. ആ സഹോദരന്മാരെ, നമ്മുടെ ചാച്ച ഈ ഉറിയടി മത്സരത്തിന് വേണ്ടി ഒരു ടീമിനെ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോ നമ്മൾ കാണുകയാണ്. ആ ടീമിന്റെ പേരാണ് നാളികേര ഉടക്കി ടീം. ഈ ഉറിയിലെ ചട്ടിയിൽ ധാരാളം തൈരുണ്ടാകും. എന്റെ വായിൽ വെള്ളം വരുന്നു. എടാ കൗജ, തനിക്ക് തിന്നുന്ന കാര്യമല്ലാതെ വേറെ ഒരു ചിന്തയുമില്ല അല്ലേ? ആ മൺചട്ടിയുടെ അടുത്തേക്ക് നോക്ക്. 10 ലക്ഷം രൂപയാ വച്ചിരിക്കുന്നേ. 10 ലക്ഷം രൂപ തുറന്നു വെച്ചിട്ടുണ്ടെന്നാണോ പറയുന്നത്? നമുക്കത് മോഷ്ടിച്ചാലോ ഡോൽക്കി? ഏട്ടാ, 10 ലക്ഷം രൂപ തുറസായ സ്ഥലത്ത് വച്ചിട്ടുണ്ടെന്നുള്ളത് നേരാ. പക്ഷേ ഈ പട്ടാപ്പകല് നേരെ അങ്ങോട്ട് പോയി മോഷ്ടിച്ചാലേ അടി കിട്ടുന്ന വഴി അറിയില്ല. ഉറിയടി മത്സരമൊക്കെ കിടിലനായിട്ടുണ്ട്. എന്റെ അമ്മാവ ഇങ്ങനെ ലെഫ്റ്റിലേക്ക് പോയിട്ട് എന്ത് കാര്യം? റൈറ്റിലേക്ക് വാ. അമ്മാവ, നിങ്ങളെല്ലാവരും വളരെ നന്നായി ശ്രമിക്കുന്നുണ്ട്. മൺകലം നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. നമ്മൾ 4 പേര് ചേർന്നാൽ ഈ യൂറിയടിയിൽ ജയിക്കാൻ സാധിക്കും. 10 മിനിറ്റ് കൊണ്ട് 10 ലക്ഷം രൂപ സമ്പാദിക്കാൻ. ഇത്രയും നല്ലൊരു അവസരം ഇനി നമുക്ക് കിട്ടില്ല. അതെ, അമ്മാവൻ തൈരും കലമുടക്കുന്ന മത്സരത്തിൽ ഉണ്ടെന്നാ തോന്നുന്നത്. പക്ഷെ അമ്മാവനെ മത്സരത്തിൽ ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ. തക്ക് തിക്ക് തക്ക് തിക്ക്, ക്രൈമിലുണ്ട് പവർ. ക്രൈം മാസ്റ്റർ ജോഗവാർ. അതാ ഒരു എലി. കണ്ടില്ലേ നിങ്ങൾ? എനിക്ക് എലിന്ന് വെച്ചാ ഭയങ്കര പേടിയാണ്. അനന്തരവാ, നീ എവിടെയാണ്? എന്റെ മാഡം, എത്രയും വേഗം ഈ എലിയെ ഒന്ന് അറസ്റ്റ് ചെയ്യാമോ മാഡം? അയ്യോ, കണ്ടില്ലേ? ആ കല മുടച്ചു പൊട്ടിച്ചില്ലല്ലോ. പക്ഷെ എന്റെ നാട് ഓടിഞ്ഞെന്നാ തോന്നുന്നത്. അമ്മാവാ, ഇത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. ഈ ചെറിയ എലിയെ കണ്ട് പേടിച്ചാൽ പിന്നെ ഇത്രയും ഉയരത്തിലുള്ള മംഗലം എങ്ങനെ പുടച്ചു പൊട്ടിക്കും? ജുഗാവർ ഇപ്പൊ പ്രൈസ് മണിയായ 10 ലക്ഷത്തിന് മുകളിലാണ് കണ്ണു വെച്ചിരിക്കുന്നത്. ഇന്ന് ജുഗാവർ വല്ല ചീറ്റിംഗ് നടത്തിയ അവന് ഞാൻ ഇന്ന് ജയിക്കാൻ സമ്മതിക്കില്ല. അയ്യോ, ഇനി അഥവാ ഈ കള്ളന്മാർ നമ്മുടെ മൺചട്ടി പൊട്ടിച്ചാൽ പിന്നെ നമ്മുടെ ചാരിറ്റി വർക്കിനുള്ള പണത്തിന് നമ്മൾ എവിടെ പോകും? ഗോജി അങ്കിൾ, അമ്മാവന്റെ നടുവേദന മാറ്റാനുള്ള മരുന്ന് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ? തീർച്ചയായും.
ദേ, ഈ ഗുളിക കഴിക്കുകയാണെങ്കിൽ ബൽബന്ധന്റെ നടുവേന പറന്നങ്ങ് പോകും. പക്ഷേ അത് വലിക്കണമെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു 10 മിനിറ്റ് വേണം. അമ്മാവ ഈ ഗുളിക കഴിച്ചിട്ട് കുറച്ചു നേരം വിശ്രമിച്ചോ. അതുവരെ ഞാനിവരെ വിശ്രമിക്കാൻ സമ്മതിക്കില്ല. ഡോണ്ട് ഫിയർ, ഉറിയടിയിൽ അമ്മാവൻ തന്നെ ജയിക്കും. ഞാനിത് അമ്മാവന് തരുന്ന വാക്കാ. ഇപ്പൊ കടന്നു വന്നിരിക്കുന്നത് കുടുക്കമുട്ടിക്കും ടീം. അവരുടെ ടീമിലാകട്ടെ വെറും 4 പേരേ ഉള്ളൂ. ഞാൻ ചോദിക്കുകയാണ്, വെറും 4 പേർക്ക് എങ്ങനെ ആ മൺകലത്തിനടുത്ത് എത്താൻ കഴിയും? രണ്ട് കിലോ തൈര് നിറച്ച എന്റെ മൺകലം പോയി. കണ്ടില്ലേ അനന്തരവാ, ഇവർ എത്ര പെട്ടെന്ന് മൺകലത്തിനടുത്ത് എത്തിയത്. ഹേയ് ഡോണ്ട് വറി അമ്മാവ, നിങ്ങൾ നോക്കിക്കോ. ഈ കുബുദ്ധികളെ ഞാൻ ഇന്നൊരു പാഠം പഠിപ്പിക്കും. അമ്മാവൻ കണ്ടോ? കഷ്ടം, ഈ തീറ്റക്കൊതിന് തിന്നുന്ന ചിന്തയല്ലാതെ മറ്റൊന്നുമില്ലാതാ തോന്നുന്നേ. ഇത്രയും വലിയ തുക അർഹിക്കാത്ത കൈകളിൽ എത്താതെ നീയല്ലേ സൂക്ഷിച്ചത് കൊച്ചിയർക്ക? അപ്പോ ഈ തൈരിന്റെ കലം ആർക്ക് മുടക്കാൻ പറ്റില്ലെന്നാണോ? അതിന് ഞങ്ങളുടെ ടീം ഇവിടെ ഉണ്ടല്ലോ. ഞങ്ങൾ തന്നെ ഈ മൺകലം മുടക്കി നോക്കിക്കോ. മോനെ, എന്റെ നടുവേദനയൊക്കെ പറന്നു മോനെ. അമ്മാവൻ, 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 ഹിച്ച്ക, അമ്മാവൻ മൺകലം മുടിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അമ്മാവൻ, അമ്മാവൻ, അമ്മാവൻ. ക്രൈമിലുണ്ട് പവർ, ക്രൈം മാസ്റ്റർ ചോഗേവാർ. മൺകലം മുടക്കാതെ തന്നെ 10 ലക്ഷം ഞങ്ങൾക്ക് കിട്ടും. ഹിച്ച്ക. അവസാനം എനിക്ക് തൈര് മുഴുവൻ കിട്ടിയേ. അടിപൊളി. തീറ്റക്കൊതിയ, ഈ തൈരിന്റെ സ്വാദ് നോക്കാൻ നീ മറന്നോ? എന്റെ പേര് തീറ്റക്കൊതിയൻ. മനസ്സ് കൊതിക്കും മോർ. പോലീസ് മാഡം, ഇതിനെ കിക്കടിച്ച് ജോഗാവറിന്റെ ദേഹത്ത് കൊള്ളിക്കൂ മാഡം. റെഡി? ഞങ്ങളെ വിടൂ. അമ്മാവ, അവര് പറയുന്നത് കേട്ടില്ലേ? അവരെ വിട്ടേക്ക്. എന്നാ ശരി, നമുക്കവനെ വിട്ടേക്കാമല്ലേ? എല്ലാരും എത്തിയപ്പോ സമാധാനായില്ലേ നിങ്ങക്ക്? ഇനിയിപ്പൊ ജയിലിൽ ചെന്നിട്ടാവാ മുറിയടി മത്സരം. വണ്ടി എടുക്കടോ. ഞങ്ങളോട് ഉടക്കാൻ വന്നാൽ ഞങ്ങൾ ഉടച്ച് കൈ തരും. ഏത് കള്ളനെ മുട്ടുകുത്തിക്കും ഈ അമ്മാവനും അനന്തരവനും